പ്രിയപ്പെട്ട അധ്യക്ഷൻ സഹാബ് ജ്യോതിസ്, സഹാബ് രാധാകൃഷ്ണനെ ആദരിക്കുന്ന ഈ മഹത്തായ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ പ്രശസ്തനായ കമ്മ്യൂണിസ്റ്റ് നേതാവ് സപ്പങ്ങേന്ദ്രേന്ദ്രൻ, പ്രകാശ് ബാബു, സഹാഞ്ജോസ് അടക്കമുള്ള ടി കൃഷ്ണ അടക്കമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാര്, സൗത്തിൽ തിരുവോത്തം നടക്കുന്ന ജനപ്രതിനിധികളെ, ഫ്രാൻസിസ് മാവേലിക്കര അടക്കമുള്ള സാംസ്കാരിക ഭാരവാഹികളെ, സഹോദര കൂട്ടങ്ങളടക്കമുള്ള ഇതര പ്രസ്ഥാനങ്ങളുടെ ഭാരവാഹികളെ, സി രാധാകൃഷ്ണനെ അമ്പലപ്പുഴക്കാർ ആദരിക്കുകയും ചടങ്ങ് ജനപങ്കാളിത്തം കൊണ്ടും സ്നേഹപരമായ അന്തരീക്ഷം കൊണ്ടും അക്ഷരാർത്ഥത്തിൽ അത് ഒരു മഹാവിജയമായി തോന്നിക്കുന്നതാണ്. ഈ ടൗൺ ഹാളിൽ എത്ര യോഗങ്ങളും നമ്മൾ സംബന്ധിച്ചിട്ടുണ്ട്. പക്ഷെ ഇതാ സദസ്സ് തിങ്ങിനിറഞ്ഞ ഇരിക്കാൻ കസേരയില്ലാതെ വെളിയിൽ ആളുകൾ നിൽക്കുന്ന കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള, എന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ പ്രധാനപ്പെട്ട ഒട്ടേറെ ഭാരവാഹികൾ സംബന്ധിച്ചിട്ടുള്ള കലാ സാംസ്കാരിക മേഖലയുടെ സാന്നിധ്യമുള്ള ഒരു ചടങ്ങ് ഞാൻ ഈ ടൗൺ ഹാൾ ഇതുവരെ കണ്ടിട്ട് അത്ര ഗംഭീരമായി ചടങ്ങ് സംബന്ധിക്കുന്നത്. ഇതിന് കാരണം സർ പന്നീന്ദ്രൻ പറഞ്ഞതുപോലെ സർ സി രാധാകൃഷ്ണന്റെ ബഹുമുഖ പ്രവർത്തന മേഖലകളിലെ സംഭാവനകളും അതിലൂടെ അദ്ദേഹം സ്വരൂപിച്ചുണ്ടാക്കിയ നാനാർത്ഥമുള്ള അതിലൊരു വ്യക്തിത്വമാണ്. അത് ആദ്യകാലത്ത് കമ്മ്യൂണിസ്റ്റുകാർക്കുണ്ടായിരുന്ന ഒരു നേട്ടമാണ് എന്നും കൂടി ഇവിടെ പറയേണ്ടതായിട്ടുണ്ട്. പൊതുപ്രവർത്തനത്തെ ആദരിക്കുന്നു. അത് ഇത്രയധികം ആളുകൾ കൂടിയെന്നുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തെ അംഗീകരിക്കുന്നു. ഇവിടെ CPIയുടെ മുഴുവൻ പാർട്ടിമാരെ ക്ഷണിച്ചിട്ടില്ല. കുറെ ആളുകൾ ക്ഷണിച്ചു, മറ്റുള്ള കുറച്ച് ആളുകൾ ക്ഷണിച്ചവരെല്ലാം മിക്കവാറും ഇവിടെ വന്നിട്ടില്ല. ഇതിനേക്കാൾ കൂടുതൽ ആളുകൾ ക്ഷണിച്ചാൽ ആളുകൾ വരും. സി രാധാകൃഷ്ണൻ സാധാരണ പ്രവർത്തകനായിരുന്നില്ല. അസാധാരണമായ ഇച്ഛാശക്തിയുള്ള ഒരു പ്രവർത്തകനാണ്. ആരോഗ്യപരമായ കാരണം അദ്ദേഹത്തിന് ഇപ്പോൾ പഴയ പോലെ ഫീൽഡിറങ്ങി ദൈനംദിന പ്രവർത്തനം നടത്താൻ ഒരു പ്രയാസമില്ല. അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ മേഖല അത് കഴിഞ്ഞ മേഖലയിൽ പ്രവർത്തിക്കുന്നു. അദ്ദേഹം കൂടെ കെട്ടഴിച്ചുവിട്ട സാംസ്കാരിക രംഗത്തെ ആശയസംഘം, സാംസ്കാരിക രംഗത്ത് അഥവാ ആശയ രംഗത്തെ വധസ്ഥലമില്ലാതെ ഒരു വിപ്ലവത്തിൻ്റെതായ സമരം വിജയിക്കുന്നു.